ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സിസ്റ്റേഴ്സ് ഡേ ഔട്ടാണ് കേട്ടോ. അടിപൊളി ഒരു ഡേ ഔട്ടാണ്. ഒരാൾ സെയിം കളർ ബട്ട് ഡിഫറൻറ്റ്. എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ ഒരേ ഇറങ്ങിയപ്പോൾ കൊണ്ട് സെയിം കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നു. ഞാൻ അന്തം വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഒരു കളർ ഡ്രസ്സ് ഉണ്ടെന്നും എനിക്കൊരു ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ടെന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു. നമ്മളങ്ങനെ ഡേ ഔട്ടാനായിട്ട് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു ബീച്ചിലാണ് കേട്ടോ. ഇത് പുന്നപ്ര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അടിപൊളി ബീച്ചാണ്. ഇവിടെ പോയാണ് എപ്പോഴും ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കാറുള്ളത്. അടിപൊളി ഒരു ലൈറ്റിംഗ് ഒക്കെ ആട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ കാണാം കേട്ടോ. കാര്യങ്ങളും എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടുകയാണ് ഗൈസ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വിസിറ്റ് കാണണമെന്നുള്ളവർ ഇൻസ്റ്റഗ്രാം വിസിറ്റ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ നമ്മുടെ ആലപ്പുഴയിൽ കുറച്ച് പേർച്ചേസിനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പേർച്ചേസ് എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഇങ്ങനെ കുറേ വായി നോക്കി നടക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കേക്കിൻ്റെ ഐറ്റംസ് പേർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ കേക്കിൻ്റെ സാധനം മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പം ഈ കള്ള നോട്ടവും പമ്മലും എന്താണെന്നറിയാവോ? ദേ കുറച്ച് മിഠായി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനത് ഓക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ലിപ്സ്റ്റിക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ. ലിപ്സ്റ്റിക്കൊക്കെ എന്നല്ല, ഒരു ഡാസ്ലറിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അത് നോക്കി വന്നതാണ്. അവൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ തോട്ട് ഇൻഫെക്ഷനാണ് കേട്ടോ, അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ. പിന്നെ ഇത് ഞങ്ങൾ ആ ലിപ്സ്റ്റിക്ക് സഹി കിട്ടിയിട്ട് എന്താ പറയുക, ക്ഷമയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ. ഏതാണ് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. ഏത് ഷെയ്ഡ് കാണിച്ചോളൂ. 025 25 വേണം, 25 വേണം, ഏതെങ്കിലും ഒരു 5 നിങ്ങളത് നോക്കിയാൽ എടുത്താൽ. ഇത് സത്യം പറഞ്ഞാൽ ടെസ്റ്ററാണ് കേട്ടോ. ഇത് ഒരു ചെറിയ മിനി. എന്താണെന്ന് പറയുക, നമുക്ക് കൊള്ളത്തില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആകത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചെറുതാണ് എടുത്തത്, വലുത് നമ്മൾ എടുത്തില്ല. 200ൻ്റെ എടുത്തില്ല. 200ൻ്റെ ആണ് ലാഭം. എന്തേത് കാണിച്ച് ഐറ്റം കാണിച്ച് വെള്ളമോ? അയ്യാ അത് എടി, അതവിടെ ടെസ്റ്റർ കട്ടിയായതാടി പൊട്ടി. ഒറിജിനലി ഇത് വെള്ളമല്ലേ, വിക്കോണ്ട് ടെസ്റ്റ് അല്ല ഇതുപോലത്തെ ഇത് ഞാൻ കാണിച്ചു. ഓ സെറ്റ്, ഓ നല്ല രസമുണ്ടല്ലോ. എനിക്ക് പക്ഷെ പേഴ്സണലി മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം. ഞാൻ യൂസ് ചെയ്യുന്ന സൂപ്പർ സ്റ്റേയാണ്. ഇതും കൊള്ളാം. ഇവിടെ സൂം ചെയ്യുന്ന എന്തിനാ? പക്ഷേ ഇതൊരു ഇവിടെ ഫോക്കസ് ചെയ്യുന്നടി. ഒന്നുകൂടി ലിപ്സ്റ്റിക്ക് മേടിച്ചൊരു സന്തോഷത്തിലാണ് കേസ്. ടെസ്റ്ററാ വാങ്ങിച്ചത്, നമുക്കിനി വലുത് വാങ്ങിക്കാം കേട്ടോ. നിനക്കിത് നീ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വലുത് വാങ്ങിക്കാം കേട്ടല്ലോ. വണ്ടി ഓടിക്കാൻ വേണ്ടി എടുക്കുകയാണ് കേസ്. കാല് പോലും എത്തത്തില്ല കേസ്. കാലെത്തത്തില്ല, എന്നെക്കാളും നീളമുണ്ട് കാലൊക്കെ ഇട്ട്. അങ്ങനെ സ്ഥലം വിടുകയാണ്. ഞങ്ങള് തുണി തയ്ക്കാൻ കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഞങ്ങൾ കഴിക്കുന്ന സ്ഥലത്തിന്റെ രഹസ്യമാണ്, പറഞ്ഞു തരത്തില്ല. ശരിയെന്നാ. ഇനി നമ്മള് അജ്മലിന്റെ കടയിലോട്ട് പോവുകയാണ്. അവിടെ പോയി ഇച്ചിരി നേരം ഇരുന്ന് വൈബ് അടിക്കണം. ഇപ്പൊ സമയം 10:30 കഴിഞ്ഞ്. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഇല്ലേ, നമ്മള് വൈബാണ്, നമ്മള് വൈബ്. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മയുടെ കമ്പനി അടി കിട്ടും. അപ്പൊ ആ വൈബൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചിട്ട് പോവാനും പറഞ്ഞാണ്. ഞങ്ങളിപ്പം ശരിക്കും ഫേഷ്യൽ ചെയ്യുന്നത് കാണാൻ വന്നതാണ്. എന്ത് സുന്ദരനാണ് നീ. കെഞ്ചി ഇങ്ങനെ കൂടെ നടക്കലാണ് ഞങ്ങളെ. പക്ഷെ ഇത് ഞങ്ങൾക്കൊന്നും ചെയ്തു തരത്തില്ല ഗൈസ്. പൈസ കൊടുക്കാൻ ഒന്നും ചെയ്തു തരത്തില്ല. നോക്കൂ ഞങ്ങളെ നോക്കൂ ഗൈസ്. എന്റെ കമ്മൽ എങ്ങനെയുണ്ട്? ചുവിട്ട് ചുവില്ലാതൊരു രസമില്ലല്ലേ.
സത്യത്തിലേ നമ്മൾ വല്ല പ്രോഗ്രാമിന് പോയിട്ട് വന്നേടാ അജുനെ രണ്ടുപേരും കണ്ടു. എവിടെ വെച്ച്? ഞങ്ങള് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് വായി നോക്കാൻ പോയാ അവിടുന്ന് കേറി അവര് വിളിച്ചു പോലും. രണ്ട് പെങ്ങന്മാർ എവിടെയെങ്കിലും പോയാൽ വിളിക്കത്തു പോലും ഇല്ല. ബാലൻസ് ഇല്ല. യൂട്യൂബ് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അത് വേണ്ട. ഇതെന്താ ഇവിടെ ബ്യൂട്ടി പാർലർ പെണ്ണുങ്ങളെ അല്ലേ സാധനങ്ങളുടെ? അതല്ല, ഇപ്പൊ ഞങ്ങള് എവിടാ? എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? ഇയറിങ്സ് നോക്കൂ, ഇയറിങ്സ്, മാല. പിന്നെ ഈ മാല വന്നിട്ട് നമ്മളുടെ പേജിൽ തന്നെ ഉള്ളതാണ്. അതായത് നമ്മളുടെ HS ഡിസൈൻസിലുള്ളതാണ്. ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മാല അതിൽ പേജിലുണ്ട്. വേണ്ടവർ വന്ന് DM ചെയ്യോ കേട്ടോ. ഇവളിട്ടേക്കുന്ന ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ ഡ്രസ് കോഡ് ഞങ്ങൾ പറഞ്ഞിട്ടതേ അല്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഇവള് സെയിം ഇതിട്ടേക്കുന്നു, ഞാനും ഇതിട്ടേക്കുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഡ്രസ്സെല്ലാം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷെ എന്നിട്ട് ഇതാണ് ഇടുന്നതെന്ന് അറിഞ്ഞില്ല. അത് ഇവിടെ വന്നപ്പോ നോക്കൂ ഗൈസ്, ഇവനും അത് തന്നെ ഇട്ടേക്കുന്നു, വൈറ്റ്. നമ്മളെന്താ പ്രോഗ്രാമിന് വേണ്ടി പറയൂ നിനക്ക് പറയാനുള്ള കാര്യം പറയൂ. കസ്റ്റമേഴ്സിനോട് അല്ല, കസ്റ്റമേഴ്സ് അല്ലല്ലോ. ഇത് എന്ത് ലുക്കാ ചേട്ടൻ നോക്കൂ, ഇവിടെ നോക്കൂ ഗൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട്. ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി വരൂ. എടാ, ഞാനാണ് വ്ലോഗ് ചെയ്യുന്നത്. എന്റെ വ്ലോഗ് എടുത്തു തരണം. എടുത്തരാം. ഈ കട നടക്കട്ടെ. ഒരു കയ്യില് ഫോണ്, ഒരു കയ്യില് വണ്ടി ഓടിക്കാൻ. ഒരു ഷവർമ്മ അജിവരിക്കാനോ 3 പേർക്ക് 3 ഷവർമ്മ. അല്ല, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അയ്യോ, എന്റെ മോന്റെ ജോലി ചെയ്ത് അവിടുത്തെ ഫേഷ്യലെല്ലാം ഇട്ട് വിയർത്തൊക്കെ ഒലിച്ച് ജോലി ചെയ്തിട്ട് വിയർത്തൊലിച്ചിരിക്കുക. വീഡിയോ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഫേഷ്യൽ ചെയ്ത് വറക്കുന്നു. ഫ്രൈഡേസ് കണ്ടപ്പോൾ കൺട്രോൾ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കൺട്രോൾ പോകുന്നില്ല അല്ലേ അജിമല? നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഡയറ്റ് അല്ല, സ്റ്റാർട്ട് ചെയ്തു. ഇതെന്താണ് മൂഡ് പോയത് നിന്റെ? ക്യാറ്റ് വാക്ക് ആണ് ഇവിടെ. മോഡലിംഗ് നടക്കുന്നതാണ്, നടക്കാൻ പോവാണ്. അയ്യോ, കാറ്റത്ത് പറന്നു പിടിച്ചോ. സെൻസ് വേണം അങ്ങനെയുള്ളവര് കാണിച്ചിട്ട്. ഇപ്പൊ കണ്ണാണ് തുഴഞ്ഞു വരുന്നത്. അവിടുത്തെ കല്ലെല്ലാം എന്റെ ഇവിടെ എത്തി. അവിടെ കിടന്ന കല്ലെല്ലാം കൂടെ തെറപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ വണ്ടി ടാറ്റാ. വീട്ടിൽ ചെന്നിട്ട് കാണാം. ടാറ്റാ. അങ്ങനെ ഞങ്ങൾ ട്രിപ്പിൾ അടിച്ച് ഗെയ്സ് വീട്ടിലെത്താറായി. വീട്ടിലെത്തിയിരിക്കുകയാണ് ഗെയ്സ്. വീട്ടിലെത്തിയിട്ട് നിച്ചാപ്പിയെ കാണിച്ചു തരാം. സർപ്രൈസ് കൊടുക്കാനായിട്ട് സർപ്രൈസ് എടുക്കുകയാണ്. സർപ്രൈസ് എടുക്കില്ല, എനിക്ക് പെട്ടെന്ന് ബെല്ലടിക്കൂ, പെട്ടെന്ന് ബെല്ലടിക്കൂ. ഈ സ്മെല്ല് പെട്ടെന്ന് ഓർക്കും. ഇവിടെ ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറിയും ചോറും തിന്നാൻ ഞാൻ റെഡിയാണ്. അയ്യോ, ഇതൊക്കെ എന്റെ സാധനമാട്ടെ. ഇതിനകത്ത് ആകെ ഒരു സാധനം ഇച്ചിരി സർപ്രൈസ് ഉള്ള. ഇന്നിവിടെ ഞാനുണ്ട്. തിന്നുന്നൊന്നും അല്ലിച്ചു, അത് മമ്മാടാ. പൈസ റൈസ്, ഐബ്രോ റൈസ് താഴെ പോരുത്, അതും മമ്മാടാ. ഇത് ഇച്ചുവിന്റെ. ഇതിപ്പോഴാണ് അതെ. ഇത് ചുട്ടായിട റിയാക്ഷൻ ഇടും. കൊച്ചി സെയിം ബട്ട് ഡിഫറെന്റ് മോഡൽ വാങ്ങിച്ചിട്ടുണ്ട്. വായിച്ചോളാം, കാണിച്ചേ. ഇച്ചുമോളും മമ്മയുടെ സെയിം കൈ ഡിഫറെന്റ് കണ്ട. സെയിം വാങ്ങിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ ഗൈസ്? സൂപ്പർ വളല്ലേ? തിളങ്ങുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ക്ലിപ്പാണ്. ഇത് മെറ്റലാണ് കേട്ടോ. ഇതില് മെറ്റല. കയ്യിൽ വേന എടുക്കും.
മെറ്റലായതുകൊണ്ട് തന്നെ ഇത് പോകത്തില്ല. ഇത് മെറ്റലായതുകൊണ്ട് പോകത്തില്ല. എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക്കാണ്, നോക്കണ്ട. ട്രയൽ ചെയ്തതിൻ്റെ കയ്യിൽ പറ്റിയ. പിന്നെ ഞാൻ ഇത്രയൊക്കെയാണ് മേടിച്ചത്. പിന്നെ അമീറ ദേ കൊള്ളാവാ. വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ സൗണ്ടൊക്കെ പോയി കേട്ടോ, തോട്ട് ഇൻഫെക്ഷനായിട്ട്. അത് മാത്രമല്ല, വീട്ടിൽ വന്നപ്പം മൊത്തം കിടന്ന് കൂവി അലമ്പാക്കി, എന്താ പറയുക, അലമ്പാക്കി. പുതിയ വളാൻ വേണ്ടി പിടിച്ചേക്കാം. കൊള്ളാല്ലേ സെയിം കളർ. ഞാനിപ്പം വൈൻഡപ്പ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 1:30 ഇവിടെ ഉമ്മിയും അമീറാക്കി ഉറങ്ങി. ഞാനും അജ്മലും ഉറങ്ങിയില്ല. അജ്മൽ ഇപ്പോൾ പുറത്തോട്ട് പോയി ചായ കുടിക്കാൻ പോയി. അപ്പം ഞാൻ വൈൻഡപ്പ് അടിപൊളിയായിട്ട് പറയണമെന്നായിരുന്നു. പക്ഷെ തൊണ്ട അടിച്ചു പോയി ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞ് കൂപ്പായിരുന്നു, തൊണ്ട പോയി. അപ്പം എല്ലാവർക്കും വൈൻഡപ്പ് പറയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു കുട്ടി ബ്രേക്ക്. ബൈ.